ഹായ് എവരി വൺ. മോസ്റ്റ് ഓഫ് ദ യങ്സ്റ്റേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും ഡ്രീം എന്ന് പറയുന്നത് അവർക്ക് ഫിനാൻഷ്യലി ഫ്രീ ആവണം, അവർക്ക് വർക്ക് പ്രഷർ ഉണ്ടാവാൻ പാടില്ല, അവർക്ക് ഇഷ്ടം പോലെ ട്രാവൽ ചെയ്യാൻ സാധിക്കണം, ഇഷ്ടം പോലെ ടൈം ഉണ്ടാവണം. ഇതൊക്കെയാണ് അവരാഗ്രഹിക്കുന്നത്. അതുമാത്രമല്ലാതെ യങ്സ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ മറ്റൊരു ചിന്ത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാശ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരുപാട് പ്രായമാകും. അങ്ങനെ പ്രായമായിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് സ്റ്റേജ് എത്തുമ്പോൾ അവിടെ ഈ പൈസ വെച്ചിട്ട് എന്തു ചെയ്യാനാണ്? അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരിക്കും, ഒരുപാട് പൈസയും എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും. പക്ഷെ അതുകൊണ്ടൊക്കെ എന്താണ് യൂസ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും. സോ അപ്പോൾ പ്രാക്ടിക്കലി ഫിനാൻഷ്യലി ഫ്രീ ആവണമെങ്കിൽ നമുക്ക് പ്രായമായാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണോ? ഇതിനുള്ള ആൻസർ ഈ ഒരു വീഡിയോയിലൂടെ പറയാം. PGIM റിട്ടയർമെൻറ്റ് റെഡിനെസ് സർവേ 2020 8 മെട്രോ ആൻഡ് 7 നോൺ മെട്രോ സിറ്റിയിൽ 3000 ആളുകളിൽ ഈ സർവേ നടത്തിയപ്പോഴാണ് ഈ ഒരു കാര്യം മനസ്സിലായത്. അതായത് 3/4 യങ്സ്റ്റേഴ്സും വിചാരിക്കുന്നത് അവർക്ക് ഈ പണം ചേർത്ത് വയ്ക്കുക, സേവ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യം ഒരുപാട് പ്രായമായതിനു ശേഷം മാത്രമേ പോസിബിൾ ആകൂ എന്നുള്ളതാണ്. മറ്റു ചിലരാണെങ്കിൽ അവർക്ക് സമയമുണ്ടെങ്കിലും അവരിപ്പോഴും യാതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ചെയ്യാത്ത വ്യക്തികളുണ്ട്. ഈ ഒരു സർവേയിൽ മനസ്സിലായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വെറും 52% ആളുകൾക്ക് മാത്രമാണ് റിട്ടയർമെൻറ്റിന് എത്ര പണം ആവശ്യമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉള്ളത്. ബാക്കിയുള്ള 48% ആളുകൾക്ക് റിട്ടയർമെൻറ്റ് വെൽത്തിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ഐഡിയയും ഇല്ല. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അവരുടെ റിട്ടയർമെൻറ്റ് ഏജിലേക്ക് വന്നിട്ടും അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കുന്നില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ 20s പ്രായത്തിലിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് അത്രയും പ്രഷ്യസ് ആണ്. നിങ്ങളിപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഫിനാൻസിനെ മാനേജ് ചെയ്യുകയും നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാലം, ഒരുപാട് പ്രായമാകുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് പൈസ സേവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് പോയിന്റ്സ് ഈ ഒരു കാര്യത്തെ കുറച്ചുകൂടി ഈസി ആക്കുന്നതാണ്. സോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് മേക്ക് എ മെഷറബിൾ ഗോൾ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ക്രിക്കറ്റിൽ ഫസ്റ്റ് ഇന്നിങ്സിന് ശേഷം ബാറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. അതായത് ഇത്ര പോയിന്റ്സ് എടുത്താൽ മാത്രമാണ് വിജയിക്കാൻ സാധിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി അവർക്കുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ക്രിക്കറ്റ് ഗെയിമിൽ സ്കോറേ ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ? അതായത് സ്കോർ, ഒരു ടാർഗറ്റ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഈ ഒരു ഗെയിമിനെ ചിന്തിച്ച് നോക്കാൻ പോലും പറ്റില്ല. സോ ഈ ഒരു ഗെയിം പോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. നമ്മളുടെ ജീവിതം തന്നെ നമുക്കൊരു മീനിങ് ഫുൾ അല്ലാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതേപോലെ തന്നെയാണ് ജീവിതത്തിലെ കൃത്യമായ ഗോളൊന്നും ഇല്ലാതെ നാളത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതെ ഉറക്കം എഴുന്നേൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് മുമ്പ് തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീ ആവണം എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞത് കൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു വിഷൻ മാത്രമാണ്, അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗോൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മളുടെ ഗോൾ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര ഏജിനുള്ളിൽ എത്രത്തോളം പണം സമ്പാദിക്കണം, എത്രത്തോളം പണം സേവ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 23 ആണ്. നിങ്ങൾ ഇപ്പോൾ 20,000 റുപ്പീസ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 25 വയസ്സാകുന്ന സമയത്ത് നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് 50,000 രൂപയിലേക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും? സോ അത്തരത്തിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 20,000-ൽ നിന്നും 50,000-ലേക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ബെനിഫിറ്റ് ആണ് ഉള്ളതെന്ന്. സോ നിങ്ങൾ 25 വയസ്സിലെത്തി നിങ്ങൾ 50,000 റുപ്പീസ് ഏൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ 27-30 വയസ്സുകളിലുള്ള ഗോളാണ്. സോ നിങ്ങളുടെ ഏജിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഗോൾസിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് അച്ചീവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 40s-ലേക്കൊക്കെ എത്തുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഏണിങ്സിലോട്ട് എത്താൻ വേണ്ടി സാധിക്കും. സെക്കൻഡ് വൺ, റെക്കോർഡ് യുവർ എക്സ്പെൻസ് ബിറ്റ്വീൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. പണ്ടൊക്കെ ഒരു ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ അതിനുവേണ്ടി തന്നെ മെനക്കെടണമായിരുന്നു. അതായത് ഒരു കടയിൽ കയറി അവിടെയുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി, അവിടുത്തെ പ്രൈസൊക്കെ നോക്കി, ക്വാളിറ്റി ഒക്കെ നോക്കി, മറ്റൊരു കടയിൽ കയറി അവിടുത്തെയും ആദ്യം കണ്ട കടയിലെയും പ്രൈസും കാര്യങ്ങളും എല്ലാം തമ്മിൽ കമ്പയർ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടുള്ള കാലത്ത് പ്രൊഡക്റ്റ് എടുത്തിരുന്നത്. അങ്ങനെ ഒരു 3-4 കടയിലൊക്കെ കയറിയിട്ടായിരുന്നു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് എത്ര പേർക്ക് എന്ത് പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിലും ഒരുപാട് ഷോപ്പുകളുടെ ആപ്ലിക്കേഷൻസ്, പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ
ആപ്ലിക്കേഷൻസ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മളുടെ വിരൽത്തുമ്പിൽ തന്നെ ലഭിക്കും. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഫോൺ എടുത്തൊന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ആ പ്രൊഡക്റ്റ് വീട്ടിലേക്ക് വരും. ഒരു സൈഡിൽ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മളുടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആക്കി നമ്മളുടെ ഒരുപാട് ടൈം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വേസ്റ്റ് ആവാതെ നമ്മളുടെ ടൈമിനെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഓൺലൈൻ പർച്ചേസിങ് കാരണം നമ്മളുടെ പൈസ ഏത് വഴിയാണ് പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പോലും ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ അത്രയും വലിയൊരു ചെലവാണ് ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ പോകുന്നത്. ഓൺലൈനിലാണെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടാണ് പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഓൺലൈനിൽ 5000 രൂപ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മളൊന്ന് ലോക്കൽ മാർക്കറ്റിൽ ചെന്ന് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 3000 റുപ്പീസിന് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. പക്ഷേ നമ്മൾ അവിടെ ഇവിടെ അലഞ്ഞിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഇതാവുമ്പോൾ നമുക്ക് അത്രയും സമയം വേസ്റ്റ് ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് തന്നെ പ്രിഫർ ചെയ്യും. ഇത് ശരിയാണ്, നമ്മളുടെ പൈസയേക്കാൾ കൂടുതൽ നമ്മളുടെ സമയത്തിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. പക്ഷേ സമയം സേവ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്ത് ഒരുപാട് പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ വാങ്ങി കൂട്ടിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരാവശ്യമില്ലാതെ നമ്മൾ തന്നെ ഇത്രയും ചെലവ് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ തന്നെ നമ്മളോട് ചോദ്യം ചോദിക്കേണ്ട അവസ്ഥ വരും. ഇതിനുള്ള ലൈവ് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പർച്ചേസ് ചെയ്യാറുള്ള ആ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അതിൽ നിങ്ങളുടെ ഷോപ്പിംഗ് ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെല്ലാം സാധനങ്ങളാണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളത്, അതെല്ലാം എത്ര പ്രൈസിനാണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളത് എന്നൊക്കെ നോക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് ലോക്കൽ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഇതേ സാധനത്തിന്റെ പ്രൈസ് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഷോക്ക് ആവുന്നുണ്ടാവും. ഞാനിവിടെ നിങ്ങളോട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റോപ്പ് ചെയ്യണമെന്നോ അത് അത്രയും മോശമായിട്ടുള്ള കാര്യമാണെന്നോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യണം. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു സാധനം നിങ്ങൾ ഒരുപാട് അലഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഈസി ആയിട്ട് ഓൺലൈനിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതല്ലാതെ ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ചേഞ്ച് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് നമ്മളുടെ എമൗണ്ടിനെ ഒരുപാട് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഫൈൻഡ് വേസ് ടു കട്ട് സ്പെൻഡിങ്സ്. നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പണം സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യമാണ് ചെയ്യാൻ പറ്റുക. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ശമ്പളം നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം സോഴ്സസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പെൻസസ്, നിങ്ങളുടെ ചിലവുകൾ, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്, എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കുറയ്ക്കുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് സാലറിയാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഇൻകം പെട്ടെന്ന് തന്നെ ഉയർത്തുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഇൻകം സോഴ്സും ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്പെൻഡിങ്സ് കുറയ്ക്കാനുള്ള വഴി കണ്ടെത്തണം. എന്നാൽ ഇതിൽ തന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ മാസം എന്തൊക്കെയാണോ നിങ്ങൾ പർച്ചേസ് ചെയ്തത് അതേപോലെ തന്നെ ലാവിഷായിട്ട് ഈ ഒരു മാസവും നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കുക. എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് മാസം അവസാനം ആവുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അതെല്ലാം എടുത്തൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു അവബോധം ഉണ്ടാക്കുക. ചിലപ്പോൾ നമ്മൾ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാവശ്യമില്ലാതെ സബ്സ്ക്രിപ്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതുപോലെ നമ്മളുടെ ഫ്രണ്ട്സ് വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാവശ്യവും ഇല്ലാതെ പല കാര്യങ്ങളും വാങ്ങുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വലിയ കാര്യത്തിൽ വാങ്ങിയിട്ടുണ്ടാവും, പക്ഷെ പിന്നീട് അത് യൂസ് ചെയ്യാതെ നിങ്ങൾ അതിനെക്കുറിച്ച് മറന്നേ പോയിട്ടുണ്ടാവും. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ബഡ്ജറ്റിംഗ് എന്തായാലും ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഉള്ളിൽ മറ്റൊരു ചോദ്യം വരുന്നത്, ബഡ്ജറ്റിംഗ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. സ്പെൻഡിങ്ങിനെ നിങ്ങൾ കട്ട് ഡൗൺ ചെയ്യണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഏത് സ്പെൻഡിങ് കട്ട് ചെയ്താലാണ് നമുക്ക് വലിയൊരു ഡിഫറൻസ് വരാതിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. ഇതിന് നിങ്ങൾക്ക് ഗോൾഡൻ റൂള് ഇംപ്ലിമെന്റ് ചെയ്യാം. 70-20-10. നിങ്ങളുടെ ശമ്പളത്തിൽ 70% നിങ്ങളുടെ ബില്ലുകൾ പേ ചെയ്യുന്നതിനും നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രോസറി പോലെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നതിനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് 70% എമൗണ്ട് സ്പെൻഡ് ചെയ്യാം. ബാക്കി നിങ്ങളുടെ അടുത്തുള്ളത് 30% മാത്രമാണ്. ഈ 30%-ൽ 50-20% നിങ്ങൾ സേവിങ്സിന് വേണ്ടി മാറ്റിവെക്കണം. ബാക്കിയുള്ള 10%-നെ നിങ്ങളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി മാറ്റിവെക്കണം. നിങ്ങളുടെ സ്പെൻഡിങ് ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷെ നിങ്ങളുടെ ലോണ് ഭയങ്കര അധികമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കാൽക്കുലേഷനെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 50-30-20.
നിങ്ങൾക്ക് എന്തെങ്കിലും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ കലണ്ടറിൽ നിങ്ങൾ ഒരു 15 ഡേയ്സ് വെയിറ്റ് ചെയ്യുക. ഈ 15 ഡേയ്സിന് ശേഷവും നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ട കാര്യമാണ്, അത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ടു ബൈ. എന്നാൽ 15 ഡേയ്സിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഇതെനിക്കിപ്പോൾ അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ല, പിന്നെ ഞാൻ വെറുതെ അന്നത്തെ ഒരു ആവേശത്തിന് എനിക്ക് തോന്നിയതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങണം എന്നുള്ള ആ തീരുമാനം കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചോളൂ. സോ നെക്സ്റ്റ് പോയിന്റ്, ഓട്ടോമേറ്റ് യുവർ സേവിങ്സ്. നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്ത് ബജറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ സേവിങ്സ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുകയാണെന്ന് വയ്ക്ക്. നിങ്ങൾ ചിലപ്പോൾ ആദ്യത്തെ മന്ത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടാവും, രണ്ടാമത്തെ മാസവും പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ 3rd മന്തും കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ടാവും. എന്നാൽ അതിനുശേഷം എനിക്കുള്ള ഈ കമ്മിറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഇടയിൽ എനിക്ക് സേവിങ്സ് ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ വരുന്നുണ്ടാവും. അതുമാത്രമല്ല, നിങ്ങൾ ഈ ചെലവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്നെ കൊണ്ടൊന്നും പറ്റിയ പണിയല്ല സേവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിലോട്ട് നിങ്ങൾ വരും. സോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവസ്ഥ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സേവിങ്സ് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യമാണ് ഓട്ടോമേറ്റ് യുവർ സേവിങ്സ്. സോ ഈ ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഏണിങ്സിൽ നിന്നും 1% ഓഫ് എമൗണ്ട് സേവിങ്സിലോട്ട് പോകണം. അതായത് ഇപ്പം നിങ്ങളുടെ ഏണിങ്സിൽ ഒരു 10 to 20% എല്ലാ മാസവും മറ്റൊരു അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ മാറിയിരിക്കണം. ഇത് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് ഇത് കുറച്ച് നാൾ കണ്ടിന്യൂ ആവുന്ന സമയത്ത് നിങ്ങൾ അതിനോട് ഓക്കെ ആയിരിക്കും. സോ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രോപ്പറായിട്ട് ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.